മച്ചാന്മാരെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോടെ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമ്മൾ ഈ വീടുകളിൽ ബാത്റൂം ചെയ്യുമ്പോൾ ഈ ബാത്റൂമിൻ്റെ തട്ട്, അതായത് റൂഫ് ലെവൽ കെട്ടുമ്പോൾ ബാത്റൂമിൻ്റെ തട്ട് നമ്മൾ താഴ്ത്തി കെട്ടും. അതെന്തിനാണെന്ന് പല ആൾക്കാർക്കും അറിയില്ല. അത് ചെയ്താൽ ഉള്ള ഗുണവും ചെയ്തില്ലെങ്കിൽ ഉള്ള ദോഷവുമാണ് ഞാൻ ഈ വീഡിയോ കൂടി പറയുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഇഷ്ടിക വെച്ചാണ് കെട്ടിയിരിക്കുന്നത്. 4 വരി താത്താണ് നമ്മൾ ഈ ബാത്റൂം കെട്ടി മട്ടമാക്കി ഇട്ടിരിക്കുന്നത്. അതെന്തിനാണ് താത്ത് ഇടുന്നതെന്ന് വെച്ചാൽ, നമുക്ക് രണ്ടാമത്തെ നില, ഇത് ഒരു നിലയാണ്, രണ്ടാമത്തെ നില അതിൻ്റെ മേലെ ബാത്റൂമാണ് വരുന്നതെങ്കിൽ, അതായത് ഇതേ ബാത്റൂം വരുന്ന ഇതേ സ്ഥലത്ത് തന്നെ മേളിൽ ബാത്റൂം വന്നാൽ നമുക്കിതുപോലെ 4 വരി താത്ത് ഇടണം. ഒരു 30 സെൻറ്റിമീറ്ററെങ്കിലും വേണം. അപ്പോൾ അങ്ങനെ താത്തി ഇടുമ്പോൾ നമുക്കതിൽ പൈപ്പ് ലൈനൊക്കെ കൊടുക്കാൻ ഒരുപാട് ഉപകാരപ്പെടും. കാരണം മേളിലത്തെ ബാത്റൂം താഴ്ന്നിരിക്കുമ്പോൾ നമുക്കതിനകത്ത് ഈ പ്ലാസ്റ്റിങ് സമയത്ത് ലീക്ക് ഉണ്ടാവാതിരിക്കാൻ നമുക്ക് അതിൽ ചാന്ത് ഇടണം. ചാന്തിട്ട് ഗ്രൗട്ട് ചുറ്റിയതിന് ശേഷമാണ് അതിൽ പ്ലംബിങ്ങിൻ്റെ പണി ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു 2 സെൻറ്റിമീറ്ററോളം സ്ലോപ്പ് ഇട്ട് ചാന്തിട്ട് ഗ്രൗട്ട് ചുറ്റിയിട്ട് ഒരു പൈപ്പ് കൊടുക്കും. ആ പൈപ്പ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ടൈലിടുമ്പോൾ അഥവാ ടൈലിൻ്റെ ഇടയിൽ കൂടി വെള്ളം ലീക്കായി കഴിഞ്ഞാൽ ഏറ്റവും താഴത്തെ റൂമിൽ, അതായത് തട്ടിൽ ചുമരിലൊന്നും ഈർപ്പം പിടിക്കില്ല. ഈ വഴി അങ്ങ് വെളിയിൽ പോകും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ താഴ്ത്തി ഇടുന്നത്. അപ്പോൾ ഇതിൽ 2 സെൻറ്റിമീറ്റർ നമ്മൾ ചാന്ത് കനം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ ക്ലോസറ്റിൻ്റെ 4 ഇഞ്ച് പൈപ്പ് വരും. 4 ഇഞ്ച് പൈപ്പ്, പിന്നെ വാഷ് ബേസ് ഉണ്ടെങ്കിൽ വാഷ് ബേസ്, പിന്നെ ഈ കുളിക്കുന്ന വെള്ളം, വേസ്റ്റ് വെള്ളമൊക്കെ പോകാൻ വേണ്ടി പൈപ്പ് ലൈൻ ഇടും. അപ്പം ഏകദേശം പൈപ്പ്, ക്ലോസറ്റിൻ്റെ പൈപ്പ് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ ഈ 4 ഇഞ്ച് പൈപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു 2 ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്യും. ഏകദേശം അങ്ങനെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ 30 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 10-15 സെൻറ്റിമീറ്ററോളം ഇതങ്ങ് മാറും. പിന്നെ ഒരു 15 സെൻറ്റിമീറ്റർ ഹൈറ്റ് കാണുള്ളൂ. ആ 15 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുമ്പോഴാണ് നമ്മൾ അതിൽ ചാന്തിട്ട് ടൈലിടുന്നത്. ടൈലിട്ടതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 5 സെൻറ്റി 6 സെൻറ്റിയോളം മേളിൽ വരും. കാരണം എപ്പോഴും ബാത്റൂമിൻ്റെ അകം നമ്മളെ ബെഡ്റൂമിനേക്കാളും താഴ്ന്നിരിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ വെള്ളം മുഴുവൻ അകത്തോട്ട് കയറും. ഈ ചില ആൾക്കാർ ഇത് ശ്രദ്ധിക്കാതെ ഒരേ ലെവലിന് കെട്ടും. അങ്ങനെ കെട്ടുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മേളിലാണ് ബാത്റൂം വരുന്നതെങ്കിൽ നമുക്ക് താഴ്ന്ന തട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലംബിങ്ങിൻ്റെ പണിയെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ബാത്റൂമിൽ കയറുന്ന ഭാഗത്ത് ഒരു വരി ഹോളോ ബ്രിക്സോ ഇഷ്ടിക എന്തെങ്കിലും വെക്കണം. അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് അകത്തോട്ട് കയറാൻ ഒരു സ്റ്റെപ്പ് പോലെ തോന്നും. അപ്പോൾ അത് മഹാബോറാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളെപ്പോഴും താഴ്ത്തി തന്നെ തട്ടിടണത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാലുള്ള ഉപയോഗം ഇതാണ്. മുകളിൽ ബാത്റൂം ഇല്ല, അതിപ്പം താൽക്കാലികമായിട്ട് നിങ്ങൾ ഒരു നിലയാണ് വെക്കുന്നതെങ്കിൽ ഭാവിയിൽ 2ാമത്തെ നില കയറ്റുമെങ്കിൽ നിങ്ങൾക്ക് അന്ന് ഇത് ഉപകാരപ്പെടും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു വരി ഹോളോ ബ്രിക്സ് വെച്ച് നമ്മൾ ഹൈറ്റ് പൊക്കേണ്ടി വരും. അങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ മഹാബോറുമാണ്. അതുമല്ലാതെ അത് നമുക്ക് ഒരു റൂമിൽ വരുമ്പോൾ തന്നെ അത് കാണുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് ഏകദേശം 4 വരിയാണ് താത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഈ ഒരു ബാത്റൂം 2 ബാത്റൂമാണ്. അപ്പോൾ ഈ 2 ബാത്റൂമിലും നമ്മൾ 4 വരി താത്ത് മട്ട ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്നത് എക്സോസ് ഫാനാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു 6 ഇഞ്ചിൻ്റെ എക്സോസ് ഫാനാണ് വെക്കുന്നതെങ്കിൽ നമ്മളൊരു തട്ടിൽ നിന്ന് ഒരു 2 ഇഞ്ച് താഴ്ത്തി വേണം എക്സോസ് ഫാൻ വയ്ക്കാൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രെയിം മുകളിൽ ഇടിച്ച് നിൽക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് 2 ഇഞ്ച് താഴ്ത്തി വയ്ക്കുന്നത്. പിന്നെ ഇതിപ്പം ഏകദേശം നമ്മൾ ഈ ഭാഗം മുഴുവൻ കെട്ടി മട്ടമാക്കി. കാരണം ഇവിടെ എയറോളൊക്കെ ഇട്ടിട്ടുണ്ട്, റൂമിൽ എയറോളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എയറോളൊന്നും ഉപയോഗം വരില്ല, ഇത് അടയ്ക്കേണ്ടി വരും. കാരണം ഇത് കംപ്ലീറ്റ് ഈ റൂമിനകം കംപ്ലീറ്റ് സീലിംഗ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇത് അടയ്ക്കേണ്ടി വരും. പിന്നെ ഇത് 2 ബാത്റൂമാണ്. ഈ ബാത്റൂം നമ്മൾ താഴ്ത്തി ഇട്ടിട്ടില്ല, കാരണം ഇതിൻ്റെ മുകളിൽ വരുന്നത് ഓപ്പൺ ടെറസാണ്. അപ്പോൾ ഓപ്പൺ ടെറസ് ആയതുകൊണ്ട് നമ്മൾ താഴ്ത്തി ഇട്ടിട്ടില്ല. കാരണം അത് അങ്ങനെ തന്നെ കെട്ടി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഈ കെട്ട് കംപ്ലീറ്റ് നമ്മൾ മട്ടമാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ 2 വിൻഡോ ഗ്ലാസ് വരും. പിന്നെ ഇത് ഡോറാണ്, കട്ടള. അതായത് കട്ടള എന്ന് വെച്ചാൽ ലിൻഡിലിനേക്കാളും ഹൈറ്റ് കൂട്ടിയാണ് ഈ കട്ടള ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ ഒരു ബീം വരും. ബീം വന്നതിന് ശേഷമാണ് നമ്മളത് അടുത്ത കെട്ടുന്നത്. കെട്ടിയാൽ കാരണം ബീം കൊടുക്കാതെ നമുക്ക് കെട്ടാൻ പറ്റില്ല. അപ്പോൾ ഒരു ബീം കൊടുത്തിട്ടാണ് കെട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഹോൾ ഇട്ടിരിക്കുന്നത് നമുക്ക് ബീം വരേണ്ട, കാരണം ഈ വീട്ടിൽ മൊത്തം 5 ബീം വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഹോൾ നമ്മൾ 2 അടിയോളം കയറ്റമാണ് ഇട്ടിരിക്കുന്നത്. ഈ 2 അടിയിൽ നിന്നും കംപ്ലീറ്റ് നമ്മൾ ബീമാണ് കൊടുക്കുന്നത്. കാരണം ഇവിടെ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതാണ്.
കാരണം എത്ര ബീം വരും, ആ ബീം എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.